ഹായ്, ഇന്ത്യയിലെ ഏറ്റവും 10 മികച്ച മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ 2023 ഡിസംബറിലെ ക്രിസിൽ റാങ്കിങ് അനുസരിച്ചാണ്. ക്രിസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻഫർമേഷൻ സർവീസസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ളൊരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. അപ്പം ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. ഇത് പിന്നെ പ്രൊമോട്ട് ചെയ്തത് ഇതിനു മുമ്പുള്ള ICICI ലിമിറ്റഡും പിന്നെ UTIയും പിന്നെ മറ്റ് പല ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൂടെ ചേർന്നാണ് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി പിന്നെ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. അപ്പോൾ അവരുടെ റാങ്കിങ് അനുസരിച്ച് ഇന്ത്യയിലെ മികച്ച 10 മ്യൂച്വൽ ഫണ്ട്സ് 2024 വർഷത്തേക്ക് നമുക്ക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് പിന്നെ പരിഗണിക്കാവുന്ന മികച്ച 10 മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് ഇനി വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ മ്യൂച്വൽ ഫണ്ട്സ് എങ്ങനെയാണ് റാങ്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് ചില മാനദണ്ഡങ്ങളുടെ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ക്രൈറ്റീരിയകളുടെ അടിസ്ഥാനത്തിലാണ് ഈ മ്യൂച്വൽ ഫണ്ട്സിനെ റാങ്ക് ചെയ്തിരിക്കുന്നത് ക്രിസിൽ എന്ന് പറയുന്ന ഏജൻസി. അപ്പോൾ അതിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന ചില സ്റ്റാൻഡേർഡ്സ് ആണ് പിന്നെ അല്ലെങ്കിൽ മെട്രിക്സ് ആണ് നമ്മൾ ഈ 5 എണ്ണം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയും, പിന്നെ വൊളാറ്റിലിറ്റി, മൂന്നാമത്തെ ടോട്ടൽ റിട്ടേൺസ്, നാലാമത്തെ ദ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ PTR എന്ന് പറയും, പിന്നെ ട്രാക്കിംഗ് എറർ. ഈ 5 പ്രധാനപ്പെട്ട സ്റ്റാൻഡേർഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്രിസിൽ എന്ന് പറയുന്ന ഏജൻസി മ്യൂച്വൽ ഫണ്ട്സിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 10 മ്യൂച്വൽ ഫണ്ട്സ് ബെസ്റ്റ് ആണെന്നുള്ളത് അല്ലെങ്കിൽ ഏറ്റവും പിന്നെ ഇൻവെസ്റ്റബിൾ ആണെന്ന് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ റിസർച്ച് അനുസരിച്ച് വന്നിരിക്കുന്നത് ഈ 5 പിന്നെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആദ്യത്തെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ മാനേജ്മെൻറ്റ് ഫീസ്, അലോക്കേഷൻ ചാർജസ്, കോസ്റ്റ് ഓഫ് അഡ്വർടൈസിങ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട ചിലവുകൾ അല്ലെങ്കിൽ എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് ഓരോ ഫണ്ടിനും വ്യത്യസ്തമായിട്ടുള്ള പിന്നെ എക്സ്പെൻസ് റേഷ്യോ ആയിരിക്കും. അപ്പോൾ ആ ഫണ്ടുകളുടെ ഈ എക്സ്പെൻസ് റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ ഫണ്ടുകളെ അവർ റാങ്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വൊളാറ്റിലിറ്റി എന്ന് പറയും, അതായത് ഒരു പ്രത്യേക കാലയളവിനുള്ളിൽ ആ ഫണ്ടിൻ്റെ മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രൈസ് വില എത്രത്തോളം മാറിയിട്ടുണ്ട്, ഡിഗ്രി ഓഫ് വേരിയേഷൻ എന്നാണ് പറയുന്നത്. ഒരു പ്രത്യേക കാലയളവിനുള്ളിൽ ഒന്നുകിൽ ഒരു വർഷം അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 3 ഇയേഴ്സ് ടൈം, 5 ഇയേഴ്സ് ടൈം, അത് ഈ കാലയളവിനുള്ളിൽ ആ പ്രൈസ് ഫണ്ടിൻ്റെ പ്രൈസ് എത്രത്തോളം ചേഞ്ച് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ചേഞ്ച് ആകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് വൊളാറ്റിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മൂന്നാമത് അവർ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ റിട്ടേൺസ് ആണ്. ടോട്ടൽ റിട്ടേൺസ് എന്ന് പറയുമ്പം നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഇതിൻ്റെ പെർഫോമൻസ് നമുക്ക് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ അളക്കാനുള്ളൊരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഒരു സ്റ്റാൻഡേർഡാണ്. അതായത് ഇത് ഇൻട്രൊഡ്യൂസ് ഈ ഫണ്ട് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാലയളവിൽ എത്രത്തോളം റിട്ടേൺസ് വന്നിട്ടുണ്ടെന്നാണ്. സിൻസ് ഇൻസെപ്ഷൻ ഓഫേഴ്സ് ഇൻവെസ്റ്റേഴ്സ് എ ലോങ് ടേം പെർസ്പെക്റ്റീവ് ഓൺ ഹൗ വെൽ ദ ഫണ്ട് ഹാസ് പെർഫോംഡ്. എന്നുവെച്ചാൽ ഇതിൻ്റെ ഇതുവരെയുള്ള കാലയളവിനുള്ളിൽ ഫണ്ടിൻ്റെ പെർഫോമൻസിനെ കുറിച്ചാണ്, എത്ര ശതമാനം റിട്ടേൺ അത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്, പെർസെൻറ്റേജ് ടേംസിലാണ്. പിന്നുള്ളത് ദ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫണ്ടിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഈ ഫണ്ട് ഹോൾഡിങ്സിനെ കുറിച്ചാണ്. അത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം അത് ഹോൾഡ് ചെയ്തിട്ടുണ്ട്, എത്ര കാലത്തേക്ക് നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട്, അത് വിറ്റിട്ടുണ്ട്, ബോട്ട് ആൻഡ് സോൾഡ്, ഒരു പ്രത്യേക കാലയളവിനുള്ളിൽ അത് വാങ്ങിച്ചതും വിറ്റതും എന്നുള്ള അതിൻ്റെ ഒരു പരിഗണന കണക്കിലെടുത്താണ് ഈ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ഫണ്ടിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനൊരു ഹയർ ടേൺ ഓവർ റേഷ്യോ ആണെങ്കിൽ അതിൻ്റെ ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ആ ഫണ്ട് അധികം അവർ ഹോൾഡ് ചെയ്യുന്നില്ല, വാങ്ങിച്ച് വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അവർ അത് വിറ്റഴിച്ചിട്ടുണ്ട്. അപ്പം അത് കാരണം അങ്ങനെ ഉള്ളൊരു ഫണ്ട് ഹയർ ടേൺ ഓവർ റേഷ്യോ ഉള്ളൊരു ഫണ്ടാണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ട്രാൻസാക്ഷൻ കോസ്റ്റ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻസ് പിന്നെ ഉണ്ടാകാനുള്ള ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് ക്യാപിറ്റൽ ഗെയിൻസും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലോവർ ടേൺ ഓവർ റേഷ്യോ ആണെങ്കിൽ ഒരു ഫണ്ട് മേടിച്ചു കഴിഞ്ഞ ശേഷം ദീർഘകാലം കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും അത് വിറ്റഴിച്ചു എന്നുള്ളതായിരിക്കും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ കോസ്റ്റിൻ്റെയും ക്യാപിറ്റൽ ഗെയിൻസിൻ്റെയും പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. ക്യാപിറ്റൽ ഗെയിൻസ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ഒരു വർഷത്തിനുള്ളിൽ വാങ്ങി വിൽക്കുകയാണെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും, ഒരു വർഷത്തിന് മേളിലാണെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കൂടുതലും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് കുറവായിരിക്കും. അപ്പം
ഈ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ ഒരു ഫണ്ടിൻ്റെ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും സാധാരണയായി ഇൻവെസ്റ്റേഴ്സ് അത് മേടിച്ചിട്ട് എത്രത്തോളം അത് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവസാനമായി പറയുന്നത് ട്രാക്കിംഗ് എറർ എന്ന് പറയുന്നൊരു മെഷർമെൻ്റ് ആണ്. അതായത് ഈ ബെഞ്ച് മാർക്കായിട്ടുള്ള ഇപ്പം നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ് ഇതുപോലുള്ള ബെഞ്ച് മാർക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫണ്ടിൻ്റെ പെർഫോമൻസിനെ കുറിച്ചാണ് അത് പറയുന്നത്. ക്വാണ്ടിഫൈസ് വേരിയബിലിറ്റി ബിറ്റ്വീൻ എ മ്യൂച്വൽ ഫണ്ട്സ് പെർഫോമൻസ് ആൻഡ് ദ പെർഫോമൻസ് ഓഫ് ഇസ് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ്. അപ്പോൾ നോർമലി നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന നിഫ്റ്റി സെൻസെക്സ് അല്ലെങ്കിൽ അതുപോലുള്ള ബെഞ്ച് മാർക്ക് ഇൻഡെക്സുമായിട്ട് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ പെർഫോമൻസിനെ കുറിച്ചാണ്. ലോ ട്രാക്കിംഗ് എറർ ആണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ബെഞ്ച് മാർക്കും ഈ പർട്ടിക്കുലർ ഫണ്ടിൻ്റെ പെർഫോമൻസും തമ്മിൽ വളരെ നാരോ ഗ്യാപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പിന്നെ ട്രാക്കിംഗ് എറർ കുറവാണെങ്കിൽ അത് ഇൻഡെക്സും ഈ മ്യൂച്വൽ ഫണ്ടും പെർഫോമൻസിൽ ഏറെക്കുറെ മോറോലെസ് വളരെ അടുത്താണെന്ന് നമുക്ക് പറയാം. ട്രാക്കിംഗ് എറർ വളരെ കൂടുതലാണെങ്കിൽ ഇൻഡെക്സിനേക്കാളിലും ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനേക്കാളിലും വളരെ പൂറായിട്ടുള്ള മോശമായിട്ടുള്ള പെർഫോമൻസാണ് ഈ ഫണ്ടിന് നമുക്ക് ഉദ്ദേശിക്കാൻ സാധിക്കും. അപ്പോൾ ഈ 5 പിന്നെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ക്രൈറ്റീരിയയുടെ ബേസിലാണ് ക്രിസിൽ എന്ന് പറയുന്ന ഏജൻസി ഈ മെഷർമെൻറ്റ് നടത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട ഈ 10 മ്യൂച്വൽ ഫണ്ട്സ്. അപ്പോൾ ഇവിടെ ഫണ്ട് നെയിമുണ്ട്, AUM എന്ന് പറയും. AUM എന്ന് പറഞ്ഞാൽ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്. എന്നുവെച്ചാൽ അവർ മാനേജ് ചെയ്യുന്ന അസറ്റിൻ്റെ വോളിയമാണ് പറയുന്നത്. അത് റുപ്പീസ് ക്രോർസിലായിരിക്കും. പിന്നെ ഈ ഫണ്ട് ഏത് കാറ്റഗറിയിൽ വരുന്നുള്ളതാണ്. അപ്പം ആദ്യത്തെ പിന്നെ റാങ്കിങ്ങിൽ വരുന്ന HDFC മിഡ് ക്യാപ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ AUM എന്ന് പറഞ്ഞാൽ 52,137.70 കോടി രൂപ അവർ മാനേജ് ചെയ്യുന്നുണ്ട് ഈ ഫണ്ട് മാനേജർ അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി AMC എന്ന് പറയുന്ന HDFC അവർ ഈ ഫണ്ടിൻ്റെ 52,137.7 കോടി രൂപ അവർ മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മിഡ് ക്യാപ് ഫണ്ട് എന്നുള്ള ഇതിലെ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ ഈ കാറ്റഗറിയെ കുറിച്ച് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അത് മറ്റ് ചില വീഡിയോകളിൽ ഞാൻ ഈ മിഡ് ക്യാപ്പ് എന്താണ്, ലാർജ് ക്യാപ്പ് എന്താണ്, സ്മോൾ ക്യാപ്പ് എന്താണെന്നുള്ള പ്രധാനപ്പെട്ട ചില കാറ്റഗറിയെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ തൽക്കാലം മിഡ് ക്യാപ്പ് ഫണ്ട് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഈ HDFC ആദ്യത്തെ റാങ്കിങ്ങിൽ വരുന്ന മ്യൂച്വൽ ഫണ്ട് ഉൾപ്പെടുന്നതെന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ അവർ ഏകദേശം 52,137 കോടി രൂപയുടെ അസറ്റ് മാനേജ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് ലിസ്റ്റിൽ റാങ്കിങ്ങിൽ വരുന്ന ICICI പ്രൂഡൻഷ്യൽ ബ്ലൂ ചിപ്പ് ഫണ്ടാണ്. അവർ 44,425 കോടി 44,425.37 കോടി രൂപ ആണ് അവരുടെ AUM അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്നാണ്. എന്നുവെച്ചാൽ അവർ മാനേജ് ചെയ്യുന്ന അസറ്റിൻ്റെ വോളിയമാണത്. അത് ലാർജ് ക്യാപ് ഫണ്ട് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. പിന്നെ വരുന്നത് HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ്. 42,271 കോടി ഫ്ലെക്സി ക്യാപ് ഫണ്ട് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട്. ഇതെല്ലാം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പിന്നെ പ്രധാനപ്പെട്ടതും നമ്മൾ ഏത് കാറ്റഗറി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പിന്നെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഫണ്ടുകളാണ് ഇതല്ല. HDFC ആയാലും ICICI ആയാലും നിപ്പോൺ ആയാലും പിന്നെ SBI താഴെ പറയുന്നുണ്ട്. അപ്പോൾ നിപ്പോൺ ഇന്ത്യയാണ് അടുത്ത നാലാമത്തെ 1, 2, 3, 4ാമത്തെ റാങ്കിങ്ങിൽ വരുന്നത് നിപ്പോൺ ഇന്ത്യയാണ്. നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് കാറ്റഗറി സ്മോൾ ക്യാപ് ഫണ്ടാണ്. അവരുടെ മാനേജ്മെൻറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ 41,018 കോടി 0.84 കോടി. പിന്നെ നിപ്പോൺ ഇന്ത്യ മൾട്ടി ക്യാപ് ഫണ്ടാണ്. അത് 22,695.37 അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റാണ്. മൾട്ടി ക്യാപ് ഫണ്ടാണ്. പിന്നെ വരുന്നതാണ് SBI കോൺട്രാ ഫണ്ട്. അത് നമ്മുടെ SBI മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്യുന്നതാണ്. 18,930.58. അത് വാല്യൂ കോൺട്രാ എന്ന് പറഞ്ഞൊരു കാറ്റഗറി വരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാറ്റഗറിയൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ 1 by 1 ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പിന്നെ വരുന്ന SBI ലോങ് ടേം ഇക്വിറ്റി ഫണ്ടാണ്. അത് 17,279.15 കാറ്റഗറി ELSS എന്ന് പറയും. ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീം എന്ന് പറയും. ELSS എന്ന് പറയുന്നത് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീം. പിന്നെ വരുന്നത് UTI മറ്റൊരു പ്രധാനപ്പെട്ട മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് UTI. അവരുടെ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് 13,626.63. അത് ഫണ്ട് /ETF എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. തൽക്കാലം കാറ്റഗറിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല ഇവിടെ. പിന്നെ വരുന്നത് HDFCയുടെ വീണ്ടും ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടാണ്.
13,427.73. അത് ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ HDFC ഫോക്കസ്ഡ് 30 ഫണ്ട് എന്ന് പറയും. അതിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്, അപ്പോൾ ഈ 10 ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വരുന്നതാണ് HDFC ഫോക്കസ്ഡ് 30 ഫണ്ട് എന്ന് പറഞ്ഞാൽ. അത് 77,762.21 കോടി രൂപയുടെ അസറ്റ് മാത്രമേ അവർ മാനേജ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള ഫണ്ടിനേക്കാളിലും അത്ര പ്രാധാന്യമില്ലാത്തൊരു ഫണ്ടായിരിക്കാം ഇതെന്ന് നമുക്ക് തോന്നുന്നു. അപ്പോൾ അത് ഫോക്കസ്ഡ് ഫണ്ട് എന്നുള്ളൊരു കാറ്റഗറിയിലാണ്. അപ്പോൾ ഇത്രയാണ് ഈ 10 പ്രധാനപ്പെട്ട മ്യൂച്വൽ ഫണ്ടെന്നും പറഞ്ഞ് ക്രിസിൽ റാങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഫണ്ട് നെയിം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അവർ മാനേജ് ചെയ്യുന്ന അസറ്റിൻ്റെ വോളിയം ഇവിടെ പറയുന്നുണ്ട്, ഏത് കാറ്റഗറിയിൽ വരുന്നതാണെന്നും പറയുന്നുണ്ട്. ഓക്കെ, നമുക്കിനി ഈ 10 വ്യത്യസ്തമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിൻ്റെ പെർഫോമൻസ് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കുറേ 5 പാരാമീറ്റേഴ്സ് ഉണ്ടായിരുന്നല്ലോ. അതായത് എക്സ്പെൻസ് റേഷ്യോ, ടോട്ടൽ റിട്ടേൺസ്, പോർട്ട്ഫോളിയോ, പിന്നെ ടേൺ ഓവർ റേഷ്യോ, പിന്നെ ട്രാക്കിംഗ് എറർ, പിന്നെ വൊളാറ്റിലിറ്റി ഉണ്ട്. വൊളാറ്റിലിറ്റി ഇവിടെ ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ 4 ബേസിസിൽ ഈ ഓരോ സ്റ്റോക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെയും പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എക്സ്പെൻസ് റേഷ്യോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് റേഷ്യോ ഉള്ളത് ലാസ്റ്റിലത്തെ HDFC ഫോക്കസ് 30 ഫണ്ടിനാണ്. 1.76% ആണ് എക്സ്പെൻസ് റേഷ്യോ ഏറ്റവും കൂടുതലുള്ളത്. രണ്ടാം സ്ഥാനത്ത് SBI ലോങ് ടേം ഇക്വിറ്റി ഫണ്ട്, അതായത് 1.72% ആണ്. പിന്നെ അതിനുശേഷം വരുന്നത് SBI കോൺട്രാ ഫണ്ടാണ്. ഏറ്റവും കുറവ് എക്സ്പെൻസ് റേഷ്യോ കാണിക്കുന്നത് UTI നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് 0.21% ആണ്. അപ്പോൾ ഇവിടെ എക്സ്പെൻസ് റേഷ്യോ നമുക്ക് ആദ്യം മുതൽ HDFC മിഡ് ക്യാപ്പിന് 1.5%, രണ്ടാമത്തെ ICICI 1.56%, HDFC ഫ്ലെക്സി ക്യാപ്പിന് 1.57, നിപ്പോൺ ഇന്ത്യ 1.53, നിപ്പോൺ ഇന്ത്യ മൾട്ടി ക്യാപ്പ് 1.67%, SBI കോൺട്രാ ഫണ്ടിന് 1.70%, SBI ലോങ് ടേം ഇക്വിറ്റി ഫണ്ട് 1.72%. SBI 2 ഫണ്ടിനും 1.7+ ആണ് വരുന്നത്. പിന്നെ UTI നിഫ്റ്റി 50 ഇൻഡെക്സിന് 0.21%. ഏറ്റവും കുറവ് എക്സ്പെൻസ് റേഷ്യോ ഉള്ള ഈ 10 ഫണ്ടിലേക്ക് ഏറ്റവും കുറവ് എക്സ്പെൻസ് റേഷ്യോ ഉള്ളത് UTIയുടെയാണ്. പിന്നെ HDFC ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടിന് 1.57%. പിന്നെ HDFC ഫോക്കസ് 30 ഫണ്ടിനാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് റേഷ്യോ ഇതിലുള്ളത്, 1.76%. പിന്നെ അടുത്ത പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ റിട്ടേൺസ് ആണ് കാണിക്കുന്നത്. അതായത് ഈ ഫണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയം മുതൽ ഇതുവരെയുള്ള അതിൻ്റെ ടോട്ടൽ റിട്ടേൺസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഫണ്ടിൻ്റെ റിട്ടേൺസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ പിന്നെ ഫണ്ട് റിട്ടേൺ കാണിക്കുന്നത് എവിടെയാണ്? 14,572.14 അല്ല, ഓക്കെ, 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ HDFC മിഡ് ക്യാപ് ഫണ്ടാണ്. അതിന് 1329.75%. ഇത് ഈ ഫണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അന്ന് മുതൽ ഇന്ന് വരെയുള്ളതാണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. അപ്പം ഇത് ഡിസംബർ വരെയുള്ള 2021 ഡിസംബർ വരെയുള്ള റിട്ടേൺസ് ആണ്. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ പറയുന്നത് ഫണ്ട് പിന്നെ അപ്പോൾ ആദ്യത്തെ HDFC മിഡ് ക്യാപ് ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 1.5%, അതിൻ്റെ ടോട്ടൽ റിട്ടേൺസ് 1329.75%, പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ 12.35%. അതായത് ഇത് ബൈ ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ ശതമാനത്തിൽ അത് ഹോൾഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സെല് ചെയ്തിട്ടുണ്ട്, 12.35%. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ഏറ്റവും കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും പെർസെൻറ്റേജ് കൂടുതലാണെങ്കിൽ ഈ ഫാസ്റ്റായിട്ടുള്ള എക്സ്ചേഞ്ച് ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മേടിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ 12% ഇത് സെൽ ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രാക്കിംഗ് എറർ 4.65%, അതായത് ബെഞ്ച് മാർക്ക് ഇൻഡെക്സുമായിട്ട് 4.65% വ്യത്യാസമുണ്ട്. ഇതാണ് ആദ്യത്തെ ഫണ്ടിൻ്റെ ഈ 4 പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ പിന്നെ ഫണ്ട് ഹൗസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം HDFC മ്യൂച്വൽ ഫണ്ടാണ്. അവരുടെ
വ്യത്യസ്തമായിട്ടുള്ള പാരാമീറ്റേഴ്സ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഫണ്ടിനകത്തിൽ ഈ ഫണ്ടിൻ്റെ മൊത്തവും 93.96% ലോക്കൽ സ്റ്റോക്സിലാണ്. ലോക്കൽ സ്റ്റോക്ക് നമ്മുടെ ഡൊമസ്റ്റിക് സ്റ്റോക്ക് എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതിൽ ഈ 93.96 5.16% ലാർജ് ക്യാപ് സ്റ്റോക്കിലും 54.07% മിഡ് ക്യാപ് സ്റ്റോക്കിലും ബാക്കി 18.58% സ്മോൾ ക്യാപ് സ്റ്റോക്കിലുമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഫണ്ടിനെ കുറിച്ചുള്ള ജനറലായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തതെന്ന് പറഞ്ഞാൽ ICICI പ്രൂഡൻഷ്യൽ ബ്ലൂ ചിപ്പ് ഫണ്ടാണ്. അപ്പോൾ അവരുടെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് 1.56% ആണ്. പിന്നെ ടോട്ടൽ റിട്ടേൺസ് സിൻസ് ഇൻസെപ്ഷൻ, അതായത് തുടങ്ങിയ അന്ന് മുതൽ ഇതുവരെയുള്ള ഡിസംബർ 2023 അതായത് 2023 വരെയുള്ള അവരുടെ ഫണ്ടിൻ്റെ റിട്ടേൺ 761%, 761.20%. പിന്നെ PTR പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ 23%. അപ്പം ഈ ആദ്യത്തെ ഫണ്ടിനേക്കാളും കൂടുതൽ ടേൺ ഓവർ റേഷ്യോ ഇതിന് കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ ട്രാക്കിംഗ് എറർ 6.18%. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ HDFC ടോപ്പിൽ നിൽക്കുന്നത് ഈ പാരാമീറ്റേഴ്സിൽ കണക്കിലെടുക്കുമ്പോൾ ഏറ്റവും ടോപ്പായിട്ടുള്ള ഫണ്ട് തന്നെയാണത്. പിന്നെ റിട്ടേൺസ് ഇതിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് എല്ലാം ഉണ്ട്. പക്ഷേ ബാക്കി പാരാമീറ്റേഴ്സ് കണക്കിലെടുക്കുമ്പോൾ അവയിൽ വ്യത്യാസമുള്ളതുകൊണ്ട് HDFC മിഡ് ക്യാപ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടാണ് ഏറ്റവും ടോപ്പിൽ. രണ്ടാമത് നമ്മൾ പറഞ്ഞ ICICI പ്രൊഡൻഷ്യൽ ബ്ലൂ ചിപ്പ് ഫണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ 4 പാരാമീറ്റേഴ്സാണ്: എക്സ്പെൻസ് റേഷ്യോ, ടോട്ടൽ റിട്ടേൺസ്, PTR, ട്രാക്കിംഗ് എറർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്തിൽ ഈ 90.89% ഇൻവെസ്റ്റ്മെൻറ്റ് ലോക്കൽ സ്റ്റോക്കിലാണ്. അപ്പോൾ ഈ മൊത്തം അസറ്റിൻ്റെ 90.89% ലോക്കൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിൽ 79.12% ലാർജ് ക്യാപ് സ്റ്റോക്കിലും 5.63% മിഡ് ക്യാപ് സ്റ്റോക്കിലും 0.36% സ്മോൾ ക്യാപ് സ്റ്റോക്കിലാണ്. പിന്നെ ഒരു 0.5% ഡെറ്റിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 0.51% ഗവൺമെൻറ് സെക്യൂരിറ്റീസിലും ഈ ICICI പ്രൊഡൻഷ്യൽ ബ്ലൂ ചിപ്പ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെയാണ് HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ പാരാമീറ്റേഴ്സാണ് 1.57% എക്സ്പെൻസ് റേഷ്യോ, 14,572.15 അതിൻ്റെ റിട്ടേൺസ് ഉണ്ട്. അപ്പോൾ റിട്ടേൺസ് നല്ല ബെറ്ററായിട്ടാണ് ഇതിന് കാണിക്കുന്നത്. PTR 24.52%, പിന്നെ ട്രാക്കിംഗ് എറർ 7.50%. അപ്പോൾ ഈ ഫണ്ടിൻ്റെ 88.57% ലോക്കൽ സ്റ്റോക്കിലും ഇക്വിറ്റീസിലും, അതിൽ 62.49% ലാർജ് ക്യാപ്പ്, 5.99 മിഡ് ക്യാപ് സ്റ്റോക്ക്, 3.98 സ്മോൾ ക്യാപ് സ്റ്റോക്കിലുമാണ്. അടുത്ത നാലാമത്തെയാണ് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 1.53%, റിട്ടേൺ 1236.02, PTR പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ 19%. പിന്നെ ട്രാക്കിംഗ് എറർ ഒന്നും ഇവിടെ കാണിക്കുന്നില്ല, 0.0% എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. പിന്നെ അപ്പോൾ ഇതിൻ്റെ ഒരു 96.26% ഡൊമസ്റ്റിക് ഇക്വിറ്റീസിൽ, നമ്മുടെ ലോക്കൽ ഇക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തിൽ 5.35% ലാർജ് ക്യാപ്പിൽ, 8.64 മിഡ് ക്യാപ്പിൽ, 56.38% സ്മോൾ ക്യാപ് സ്റ്റോക്കിലുണ്ട്. അടുത്ത നിപ്പോൺ ഇന്ത്യ മൾട്ടി ക്യാപ് ഫണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 1.67% ആണ്. ടോട്ടൽ റിട്ടേൺസ് 2225.12%. PTR എന്ന് പറയുന്നത് 30%, ട്രാക്കിംഗ് എറർ 10.18. ആ ഇൻഡെക്സ് ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൽ നിന്നും 10% വേരിയേഷൻ അത് കാണിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഈ ഫണ്ട് 98.37% ഡൊമസ്റ്റിക് ഇക്വിറ്റീസിൽ. അപ്പോൾ ഡൊമസ്റ്റിക് ഇക്വിറ്റീസിൽ എന്ന് പറയുമ്പോൾ ബാക്കി ശതമാനം ഫോറിൻ ഇക്വിറ്റീസിൽ അതിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തിൽ 36% ലാർജ് ക്യാപ് സ്റ്റോക്കാണ്, 21.97% മിഡ് ക്യാപ് സ്റ്റോക്കിലും, 23.75% സ്മോൾ ക്യാപ് സ്റ്റോക്കിലാണ്. അടുത്ത SBIയുടെയാണ്. SBI കോൺട്രാ ഫണ്ട് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ
കൂടുതലാണ്, 1.70%. ഇതൊരു നമ്മൾ പറഞ്ഞതിനേക്കാളും കൂടുതൽ എക്സ്പെൻസ് റേഷ്യോ ഉള്ളതാണ്. അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസ്, ടോട്ടൽ റിട്ടേൺസ് പിന്നെ 1795.84, PTR 204. വളരെ ടേൺ ഓവർ റേഷ്യോ വളരെ കൂടുതലാണ്. കാരണം അത് ഹോൾഡ് ചെയ്യുന്ന ട്രെൻഡ് വളരെ കുറവാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഹോൾഡ് ചെയ്യുകയും വിറ്റഴിക്കുകയും ചെയ്യുന്നൊരു ട്രെൻഡായിരിക്കും ഇത്. ട്രാക്കിംഗ് എറർ 6.84%. അപ്പോൾ ഇതിൻ്റെ ഡൊമസ്റ്റിക് ഇക്വിറ്റീസിൽ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 76.23% ആണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ 34.50% ലാർജ് ക്യാപ് സ്റ്റോക്കിൽ, 17.62% മിഡ് ക്യാപ് സ്റ്റോക്കിൽ, 9.51% സ്മോൾ ക്യാപ് സ്റ്റോക്കിൽ. 6.21 ഒരു അഡീഷണൽ പെർസെൻറ്റേജ് അവർ ഡെറ്റിലും, ആ ഡെറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസിലാണ് മൊത്തം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. SBI ലോങ് ടേം ഇക്വിറ്റി ഫണ്ടാണ് അടുത്തത്. അവരുടെ എക്സ്പെൻസ് റേഷ്യോ ഇതിനു മുമ്പുള്ള കോൺട്രാ ഫണ്ടിനേക്കാൾ കൂടുതലാണ്, 1.72%. റിട്ടേൺ 391.43%. പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ 17%, വളരെ കുറവാണ് SBIയുടെ മുമ്പത്തെ ഫണ്ടിനേക്കാളിലും. ട്രാക്കിംഗ് എറർ 3.66%. അപ്പോൾ അതിനകത്തിൽ അവർ 93.28% ഡൊമസ്റ്റിക് ഇക്വിറ്റീസിലും, അതിനകത്തിൽ ഈ പറഞ്ഞ ഡൊമസ്റ്റിക് ഇക്വിറ്റീസിൽ അവർ ലാർജ് ക്യാപ് സ്റ്റോക്കിൽ 54.47%, 13.88% മിഡ് ക്യാപ് സ്റ്റോക്കിലും, 11.8% സ്മോൾ ക്യാപ് സ്റ്റോക്കിലുമാണ്. അടുത്തത് 8ാമത്തെ റാങ്കിങ് വരുന്ന UTI നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവാണ്, 0.21%. ടോട്ടൽ റിട്ടേൺസും കുറവാണ്, 287.42. പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ 4%, ട്രാക്കിംഗ് എറർ 0.13%. അപ്പോൾ അവർ ഒരു ഈ ഫണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. അത് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള നിഫ്റ്റി 50 സ്റ്റോക്സിൽ അവർ സ്പ്രെഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്തിലെ ഏറ്റവും പാരാമീറ്റേഴ്സിൽ ഏറ്റവും പോറായിട്ടുള്ള ഈ പാരാമീറ്റേഴ്സ് റേഷ്യോസ് എല്ലാം കാണിക്കുന്നത് ഈ ഒരു UTI നിഫ്റ്റി 50 ഇൻഡെക്സിലാണ്. റിട്ടേൺ കുറവാണ്, എക്സ്പെൻസ് റേഷ്യോ കുറവാണ്, പക്ഷേ റിട്ടേൺ കുറവാണ്. പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ 4% ഉള്ളൂ. അതുപോലെ തന്നെ ട്രാക്കിംഗ് എറർ 0.13% ആണ്. അടുത്ത 9ാമത്തെ HDFC ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടാണ്. എക്സ്പെൻസ് റേഷ്യോ 1.57%. റിട്ടേൺ HDFC ഫണ്ടിൻ്റെ റിട്ടേൺ വളരെ ആദ്യത്തെ നമ്മൾ പറഞ്ഞതിന് 1329% ആയിരുന്നു. ഇത് 14,572% കാണിക്കുന്നുണ്ട്. 14,572.15%. അവരുടെ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ 24.52%. ടേൺ ഓവർ റേഷ്യോ വളരെ കൂടുതലാണ്. ട്രാക്കിംഗ് എറർ 5.12%. അപ്പോൾ അവരുടെ ഡൊമസ്റ്റിക് ഇക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന 95.81%, അതിൽ 38.05% ലാർജ് ക്യാപ് സ്റ്റോക്കിലും, 29.47% മിഡ് ക്യാപ് സ്റ്റോക്കിലും, 9.06% സ്മോൾ ക്യാപ് സ്റ്റോക്കിലുമാണ്. ഇതിൽ 10ാമത്തെ റാങ്കിങ്ങിലുള്ളതാണ് HDFC ഫോക്കസ്ഡ് 30 ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് റേഷ്യോ ഉള്ളത് അവർക്കാണ്. ഈ 10 റാങ്കിങ്ങിൽ 10 എണ്ണത്തിലും ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് റേഷ്യോ ഉള്ളത് ഈ അവസാനത്തെ HDFC ഫോക്കസ്ഡ് 30 ഫണ്ടിലാണ്. 1.76%, 1.76%. റിട്ടേൺ 1594.39%. ടേൺ ഓവർ റേഷ്യോ 18.84%. ട്രാക്കിംഗ് എറർ 7.04%. അപ്പോൾ നമുക്ക് ഈ 10 ഫണ്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് റേഷ്യോ ഉള്ളത് 10ാമത്തെ ഫണ്ടിനും
ഏറ്റവും കൂടുതൽ ടോട്ടൽ റിട്ടേൺസ് ഉള്ളത് പിന്നെ HDFCയുടെ മൂന്നാമത്തെ റാങ്കിങ്ങിലും 9ാമത്തെ റാങ്കിങ്ങിലുള്ള 14,572.15%. പിന്നെ PTR പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ ഏറ്റവും കൂടുതലായിട്ട് വരുന്നതും ഈ പറഞ്ഞ രണ്ട് ഫണ്ടിനാണ്. SBI കോൺട്രാ ഫണ്ടിന് 204% വരുന്നുണ്ട്. പിന്നെ ട്രാക്കിംഗ് എറർ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് കാണിക്കുന്നത് നമ്മുടെ നിപ്പോൺ ഇന്ത്യ മൾട്ടി ക്യാപ് ഫണ്ടിനാണ്, 10.18%. അപ്പോൾ ഈ അവസാനത്തെ ഫണ്ടിൽ പിന്നെ ഡൊമസ്റ്റിക് ഇക്വിറ്റിയിൽ അവർ 83.14% മാത്രമേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതിൽ 55.86% ലാർജ് ക്യാപ്പിലും 7.5% മിഡ് ക്യാപ്പിലും ബാക്കി 4.19% സ്മോൾ ക്യാപ്പിലുമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ 10 മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ക്രിസിലിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച്, അസസ്മെൻ്റ് അനുസരിച്ച് അവരുടെ റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ വേരിയസ് ഈ പറഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള ഈ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നമുക്ക് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഈ മ്യൂച്വൽ ഫണ്ട്സ് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോരുത്തരുടെയും റിക്വയർമെൻറ്റ്സും അല്ലെങ്കിൽ ഫണ്ടിൻ്റെ അവൈലബിലിറ്റിയും റിക്വയർമെൻറ്റ്സും പിന്നെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നെ ഡിസിഷൻ, അവരുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ്, ഇതൊക്കെ അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഈ ഫണ്ടുകളിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫണ്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇതിനകത്തിലെ എല്ലാ ഫണ്ടുകളും HDFC, നിപ്പോൺ, SBI, UTI ഇത്രയാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പിന്നെ പോർട്ട്ഫോളിയോസാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 4-5 ഫണ്ടുകൾ ഫണ്ട് ഹൗസ് തീർച്ചയായിട്ടും വളരെ എഫിഷ്യൻ്റായിട്ടുള്ള അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസാണ്. അപ്പോൾ അവരുടെ പിന്നെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് പിന്നെ വളരെ റീസണബിൾ ആയിട്ടുള്ള വോളിയം കാണിക്കുന്നുണ്ട്. അവരുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഈ മാർക്കറ്റിൽ വളരെ റിലവൻ്റ് ആണ്, വാലിഡേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ HDFCയുടെ ആയാലും ICICIയുടെ ആയാലും SBIയുടെ ആയാലും നിപ്പോണിൻ്റെ ആയാലും ഈവൻ UTIയുടെ ആയാലും ഫണ്ടുകൾ നമ്മുടെ പിന്നെ നമുക്ക് സ്യൂട്ടബിളായിട്ട് തോന്നുന്ന ഫണ്ടുകൾ തീർച്ചയായിട്ടും തിരഞ്ഞെടുത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ക്രിസിലിൻ്റെ ഈ പറഞ്ഞ റിപ്പോർട്ട് അനുസരിച്ച് 10 പ്രധാനപ്പെട്ട, ഇത് അവരുടെ റിപ്പോർട്ടാണ്. മറ്റ് ഫണ്ടുകളുണ്ട് തീർച്ചയായിട്ടും വെൽ പെർഫോമിംഗ് ആയിട്ടുള്ള പിന്നെ ഫണ്ടുകൾ വേറെ മറ്റനവധിയുണ്ട്. പക്ഷേ ക്രിസിലിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 10 ഫണ്ടുകൾ അവർ തിരഞ്ഞെടുത്തത് ഈ പറഞ്ഞ 10 എണ്ണമാണ്. അപ്പോൾ ഇത് നമുക്ക് തീർച്ചയായിട്ടും ഈ എക്സ്പെൻസ് റേഷ്യോ, ടോട്ടൽ റിട്ടേൺസ്, PTR, ട്രാക്കിംഗ് എറർ ഇതെല്ലാം കൺസിഡർ ചെയ്ത് സ്യൂട്ടബിളായിട്ടുള്ള ഫണ്ടുകൾ നമുക്ക് നോക്കിയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ നമ്മളുടെ യുക്തിയും നമ്മുടെ ഫൈനാൻഷ്യൽ അവൈലബിലിറ്റി എല്ലാം നോക്കിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പിന്നെ താല്പര്യം അനുകൂലമാണെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.